ഹായ് ഓൾ, നമുക്ക് മലബന്ധം മാറാനുള്ള കുറച്ച് പരിഹാര മാർഗ്ഗങ്ങൾ നോക്കാം. മെയിനായിട്ടും ഫസ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യം പറയുന്ന ഒരു പരിഹാര മാർഗ്ഗം. നമ്മൾ 25 കിലോഗ്രാം വെയിറ്റ് ഉള്ളൊരു വ്യക്തി 1 ലിറ്റർ എന്ന കണക്കിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട വെള്ളം നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ കുടിക്കുക. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ നല്ല ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ജ്യൂസ് ആക്കിയൊന്നും കുടിക്കാതിരിക്കുക, ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ജ്യൂസാക്കി കുടിക്കുമ്പോൾ അതിനകത്തുള്ള ഫൈബേഴ്സൊക്കെ നമ്മളത് അരിച്ചെടുക്കുമ്പോൾ ഫൈബറൊക്കെ പോകും, നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ കഴിക്കുക. പിന്നെ നമ്മുടെ നട്ട്സ്, അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ ഓട്സ്, പിന്നെ ഇലക്കറികൾ എന്നും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മുടെ എന്നും വ്യായാമം ചെയ്യും. ഡെയിലി നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒരു വ്യായാമം കൊടുക്കുക. അപ്പോൾ അത് നമ്മുടെ ആമാശയത്തിനൊക്കെ നമ്മുടെ കുടലിൽ മൂവ്മെൻറ്റ്സിനെയൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഡെയിലി വ്യായാമം ചെയ്യാം. ഡെയിലി ഒരു പഴം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അധികം പഴുക്കാത്ത, നല്ല പഴുത്ത് കറുത്ത കളറിലായിട്ടുള്ള പഴം കഴിക്കാതെ അധികം പഴുക്കാത്ത പഴം കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഡെയിലി ഒരു പഴം കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഡയബറ്റീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ പഴം കഴിക്കരുത്, അവർക്ക് പഴം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഡെയിലി ഒരു ഗ്ലാസ് ജീരകവെള്ളം എന്നും ഒരു ഗ്ലാസ് രാവിലെ കുടിക്കുന്നത് നല്ലതാണ്, മലബന്ധം മാറിക്കിട്ടാൻ സഹായിക്കും. അതുപോലെ ബീറ്റ്റൂട്ട് ക്യാരറ്റ് ജ്യൂസ്, ഇത് ജ്യൂസാക്കിയിട്ട് നമ്മൾ അരിച്ചിട്ട് കഴിക്കാൻ പാടില്ല, നമ്മൾ അതുപോലെ അരിക്കാതെ അതുപോലെ കുടിക്കുക. ബീറ്റ്റൂട്ട് ക്യാരറ്റ് ജ്യൂസ് ഒരുപാട് ഗുണങ്ങളുള്ളൊരു ജ്യൂസാണ്. അതുപോലെ നമ്മുടെ മലബന്ധം മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. നമ്മൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ആപ്പിൾ കഴിക്കുന്നതിലൂടെ. അപ്പം ആപ്പിൾ കഴിക്കുന്നതിലൂടെ നമുക്ക് മലബന്ധം മാറ്റാം. പിന്നെ നാരങ്ങ വെള്ളം ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. മലബന്ധം മാറാൻ വേണ്ടിയിട്ട് ഇതും സഹായിക്കും. നമ്മൾ ഒരു മരുന്നും കുറേ കാലം മലബന്ധം മാറ്റാൻ വേണ്ടിയിട്ട് ഒരു മരുന്നും തുടർച്ചയായിട്ട് കുടിക്കാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു മരുന്ന് തുടർച്ചയായിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ആവും. അപ്പോൾ നമ്മളെ ബോഡി അഡാപ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ മരുന്ന് കുടിച്ചിട്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ആദ്യം ഒരു മരുന്ന് കഴിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മരുന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വേറൊരു മരുന്ന് കഴിച്ചിട്ട് പിന്നെയും നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു മരുന്നിലോട്ട് തന്നെ മാറാം. അല്ലാതെ കുറച്ചധികം കാലം നമ്മൾ ഒരു മരുന്ന് തന്നെ തുടർച്ചയായിട്ട് കുടിക്കാൻ പാടില്ല. ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. ആവശ്യമുള്ള സ്ട്രെസ്സും ആവശ്യമില്ലാത്ത സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് നമ്മൾ മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും നമ്മുടെ മലബന്ധം കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ താങ്ക് യു ഓൾ.